ഇന്ന് നമുക്കൊരു സിമ്പിൾ ലോഗോ അഡോബി ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അഡോബി ഇല്ലുസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്നും ന്യൂ ഫയൽ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രിന്റ് സെലക്ട് ചെയ്ത് A4 ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെന്റിമീറ്ററിലേക്ക് മാറ്റി കളർ മോഡ് CMYK ഹൈ റെസൊല്യൂഷൻ കൊടുത്ത് ഞാനിവിടെ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമുക്കൊരു ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പണായി വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യുക. ഫയൽ സേവ് ആസ് കൊടുക്കുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പേര് നൽകുക. ഞാനിവിടെ രത്ന ലോഗോ ഡിസൈൻ എന്ന് കൊടുത്തു. അഡോബി ഇല്ലുസ്ട്രേറ്റർ AI ഫയലായിട്ട് ഞാനിവിടെ സേവ് ഓപ്ഷൻ കൊടുത്തു. ഇനി നമുക്ക് വേണ്ട ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലോഗോ ഡിസൈനാണ് ഇത്. രത്ന ജ്വല്ലറി എന്നാണ് നമ്മുടെ ലോഗോയുടെ പേര്. ജസ്റ്റ് 6 വെച്ച് സിമ്പിളായിട്ടൊരു ലോഗോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതായത് ഗ്രാഫിക് ഡിസൈൻ പഠിക്കുന്ന ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാനാണ് സിമ്പിളായിട്ടൊരു ലോഗോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ ലോഗോ സെലക്ട് ചെയ്ത് Ctrl+C കൊടുത്ത് നമ്മുടെ വിൻഡോയിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ലോഗോ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ Ctrl+G പ്രസ് ചെയ്ത് Ctrl+G കൊടുക്കുമ്പോൾ അത് ഗ്രൂപ്പ് ആവുന്നു. ഈ ഗ്രൂപ്പായിട്ടുള്ള ഇത് ഞാൻ ഈ പേജിലേക്ക് അലൈൻ ചെയ്യുന്നു. സെൻറ്റർ അലൈൻ ചെയ്തു. ഇനി നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി ടെക്സ്റ്റ് ഫയലാണ് അല്ലേ? നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. രത്ന എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് നമുക്ക് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. പ്ലേ ഫെയർ ഡിസ്പ്ലേ ആണ് ഈ ഫോണ്ടിൻ്റെ നെയിം. കോപ്പി ചെയ്യുക. നമുക്ക് ഇതിനെ സൈഡിലേക്കൊന്ന് മാറ്റിയിടാം. ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സൈസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സൈസ് കൊടുത്തതിന് ശേഷം ഇവിടെ ആ നെയിം അടിച്ചു കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ടിൻ്റെ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അതിനുശേഷം ഈ കളർ നമുക്കിവിടെ പിക്ക് ചെയ്യാവുന്നതാണ്. ഈ കളർ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ കളർ നമുക്ക് ഫില്ലിൽ ലഭിക്കുന്നതാണ്. ഇവിടെ കളർ കോഡ് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് Ctrl+C കൊടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ആ വാല്യൂ പേസ്റ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒരു 200 ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കുറച്ച് കൂട്ടി കൊടുത്തതാണ്. ഇത് നമുക്കൊന്ന് കുറച്ച് നോക്കാം. 75 അത്രയും വേണ്ട, നമുക്കൊരു 40 ഒക്കെ മതിയാവും. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം, 25 കൊടുക്കാം. നമുക്ക് എങ്ങനെ ഒരു ലോഗോ റീക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് കാര്യവും നമുക്കൊരു മോഡൽ എടുത്ത് അതിനെ ആദ്യം റീക്രിയേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ഞാനിവിടെ രത്ന എന്ന് പറഞ്ഞ ഫോണ്ട് സെലക്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ജ്വല്ലറി എന്ന് എഴുതണം. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഫോണ്ട് സൈസ് കുറച്ച് കൊടുക്കുക.
ഇവിടെ ഞാൻ ജ്വല്ലറി എന്ന് ടൈപ്പ് ചെയ്തു. ആ ഫോണ്ടിൽ തന്നെ ചെറുതായി നമ്മൾ കൊടുത്തു. കളർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ സ്പേസ് ഒരു 300 കൊടുത്തു. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണെന്ന് നോക്കാം. 28 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോണ്ട് സൈസ് 28 കൊടുത്തു. ആദ്യം ഇതിനെ നമുക്ക് ലോക്ക് ചെയ്യാം. ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് ഇവിടെ കണ്ടോ, ലെയർ എടുക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പ് കണ്ടോ, നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+2 പ്രസ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം. അതിനായി ഞാനിവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. പെൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ പോയിൻറ്റും നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യം ഒരു പോയിൻ്റ് നമ്മൾ പ്രസ് ചെയ്ത് അടുത്ത പോയിൻറ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഒരു ലൈൻ കിട്ടും. അതിനുശേഷം നമുക്കിവിടെ കർവ്ഡ് ആയിട്ടുള്ളൊരു ലൈനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് സെലക്ട് ചെയ്ത് അടുത്ത പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ മൗസ് പോയിൻ്റർ വിടാതെ തന്നെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ ഷേപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മൗസ് റിലീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ പോയിൻ്റിൽ വെറുതെ മൗസ് പെൻ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ആ മൗസ് പോയിൻ്റർ നീക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫിൽ ഓപ്ഷനാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് സ്ട്രോക്ക് ആക്കി മാറ്റാം. ഈ ഒരു ആരോ മാർക്ക് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രോക്ക് ആവും. പക്ഷേ ഇവിടെ സ്ട്രോക്ക് കൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മളിവിടെ സ്ട്രോക്ക് വാല്യൂ ഏറ്റവും കുറവ് കൊടുത്ത് പിന്നെയും പെൻ ടൂൾ സെലക്ട് ചെയ്ത് നമ്മളത് വരച്ചെടുക്കുകയാണ്. പെൻ ടൂൾ സെലക്ട് ചെയ്യുക, പോയിൻ്റ് പ്രസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടുവരിക, വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള ലൈൻ. നമ്മൾ ഈ അതായത് ബാക്ക്ഗ്രൗണ്ട് നീക്കാനായിട്ട് സ്പേസ് ബാർ ആണ് കേട്ടോ അടിക്കുന്നത്. അതായത് കീബോർഡിലെ ഏറ്റവും താഴെയുള്ള നീളത്തിലുള്ളതാണ് നമ്മൾ സ്പേസ് ബാർ എന്ന് പറയുന്നത്. അവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ ഒരു ഐക്കൺ വരും. കണ്ടോ, നമുക്കിങ്ങനെ നീക്കാവുന്നതാണ്. മൗസ് മാറ്റുമ്പോൾ ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാം. നമ്മുടെ ലോഗോ മാറുന്നില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് ആ ഒരു പ്രതലം നമ്മൾ ചെയ്യുന്ന ഒരു പ്രതലം മൊത്തത്തിലാണ് മാറുന്നത്. കാണിച്ചു തരാം. സ്പേസ് ബാർ അടിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് മാറുന്നത്. നമ്മൾ സൂം ചെയ്യുക. നമുക്ക് വരയ്ക്കേണ്ട പോർഷനിൽ എത്തിയിട്ട് നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ ആ ഡിസൈൻ വരച്ചെടുക്കുക. അകത്തൊരു വൈറ്റ് പോർഷൻ ഉണ്ട് അല്ലേ, അവിടെയും നമ്മൾ ഇതുപോലെ മൗസ് പോയിൻ്റർ ആദ്യം ക്ലിക്ക് ചെയ്തു, പിന്നത്തെ പോയിന്റിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്നു. ഇവിടെ കർവാണ്, നമ്മളവിടെ പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്തു. സ്ട്രെയിറ്റ് ലൈൻ നേരെ തന്നെ കൊടുത്തു. അപ്പം നമുക്കിങ്ങനെ ഒരു ഡിസൈൻ കിട്ടി അല്ലേ. അപ്പം നമ്മളിത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ഇതിന്ന് വൈറ്റ് പോർഷൻ നമുക്ക് കട്ടായി കിട്ടണം. അതിനു വേണ്ടി വിൻഡോയിൽ ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ പാത്ത് ഫൈൻഡർ ഓപ്പൺ ആണ്, ഞാൻ ക്ലോസ് ചെയ്തു. ഞാനിവിടെ എങ്ങനെയാണ് എടുക്കണതെന്ന് കാണിച്ചു തരാം. ഇവിടെ വിൻഡോയിൽ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഈ ഒരു നമ്മൾ വരച്ച ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത്, അതായത് കട്ട് ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഈ ഒരു ഭാഗം കൊടുത്തു. ഈ ഒരു ഷേപ്പ് മോഡിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കണ്ടോ അതൊരൊറ്റൊരു ഇതായി കിട്ടി. നമുക്കിതിൻ്റെ കളറ് ഇത് കൊടുക്കാം. നമുക്ക് ഈ ഡിസൈൻ തന്നെയാണ് ഇപ്പുറത്തും വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കത് 2 പ്രാവശ്യമായിട്ട് വരച്ചെടുക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം നിങ്ങളെ വരച്ച് കാണിക്കുന്നത്. അതിനായിട്ട് ഈ R സെലക്ട് ചെയ്തു, ഓൾട്ട് പ്രസ് ചെയ്ത് ഒരു കോപ്പി എടുത്തു. അതിനുശേഷം ട്രാൻസ്ഫോം, റിഫ്ലക്റ്റ്, വെർട്ടിക്കൽ സെലക്ട് ചെയ്തു, 90 ഡിഗ്രി ഓക്കെ കൊടുത്തു. കണ്ടു, നമുക്ക് ആ ഒരു ഷേപ്പ് തന്നെ ഇവിടെ കിട്ടിയത്.
ഇത് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആ പോയിന്റ് നമ്മൾ ആ ഡിസൈനിൽ തന്നെ കൊണ്ടുവന്ന് ഈ ഒരു ഡിസൈനും ഇതും പ്രസ് ചെയ്ത് പിടിച്ച് ടോപ്പ് കൊടുത്തു, അതായത് അലൈൻ ചെയ്തു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അലൈൻ ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ടും കൂടെ ഒന്നാക്കണമല്ലേ. 2 ഫയലും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണ്ടോ ഷേപ്പ് ബോർഡിൽ ഒന്നാകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആ ഓപ്ഷൻ കൊടുത്തപ്പോൾ നമുക്കത് രണ്ടും ഒന്നായി ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടി. ഒറ്റൊരു വെക്റ്റർ ഡിസൈനായിട്ട് നമുക്ക് കിട്ടി. നമുക്ക് വീണ്ടും ഈ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു കളറിലേക്ക് ഗ്രേഡിയൻറ്റ് കണ്ടോ, ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണിത്. ഈ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഓൾറെഡി ഇതിൽ കൊടുത്ത കാരണം കൊണ്ട് ഇവിടെ ഗ്രേഡിയൻറ്റ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്ത് നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ കറക്റ്റ് ആ സ്പേസിൽ തന്നെ നമുക്ക് കൊണ്ടുവരാം. ഇതുപോലെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്നു, അലൈൻ ചെയ്തു. കണ്ടു, നമ്മൾ ആ ഒരു ലോഗോ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഈ ലോഗോ ഡിലീറ്റ് ചെയ്ത് ഇത് നമ്മളിവിടെ ലോക്കായിട്ട് കിടക്കുന്ന ലോക്ക് മാറ്റി നമ്മൾ ഡിലീറ്റ് ചെയ്തു. നമ്മൾ ചെയ്ത ലോഗോ അവിടെ പ്ലേസ് ചെയ്തു. Ctrl+G പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു, സെൻറ്റർ അലൈൻ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോഗോ ഡിസൈൻ ഇവിടെ ഫിനിഷായി. അപ്പോൾ നമുക്കങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ലോഗോ റീക്രിയേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ജോലി സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെയും നമുക്ക് അഡോബി ഇല്ലസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പുതിയ ഇതുപോലെ കുറച്ച് മോഡൽസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പുതിയത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.